ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് തീരപ്രദേശങ്ങളും ദ്വീപുകളുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, 3 ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് തീരപ്രദേശങ്ങളും ദ്വീപുകളും ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പോവാട്ടോ, ശ്രദ്ധിക്കണേ. ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെ നീണ്ടുകിടക്കുന്നതാണ് നമ്മുടെ തീരസമതലം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം, അതായത് സുന്ദർബൻ ഡെൽറ്റ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ആ ഒരു പ്രദേശം വരെ നീണ്ടുകിടക്കുന്നതാണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ആ പിക്ചർ നോക്കൂ. ഇത് ഗുജറാത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ. അപ്പൊ ഗുജറാത്ത് മുതൽ നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ തീരപ്രദേശം, നമ്മുടെ കടലുള്ള ഭാഗം, സമുദ്രമുള്ള ഭാഗം. ഓക്കെ, തീരപ്രദേശം. നെക്സ്റ്റ്, ഈ ഭാഗത്തെ പ്രധാന കാർഷിക വിള എന്ന് പറയുന്നത് നെല്ലാണ്. കാർഷിക വിള നെല്ലാണ്. എന്നാൽ ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അപ്പൊ എന്താണ്? കാർഷിക വിള നെല്ലും, തൊഴിലും മത്സ്യബന്ധനമാണ്. അപ്പൊ കടലാണല്ലോ, അപ്പൊ മത്സ്യബന്ധനത്തിന് ഉത്തമമായ സാഹചര്യമാണ്. അപ്പൊ മത്സ്യബന്ധനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരപ്രദേശം എന്നും പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും. കിഴക്കൻ തീരപ്രദേശം, പടിഞ്ഞാറുള്ളത് പടിഞ്ഞാറൻ തീരപ്രദേശം. നെക്സ്റ്റ്, ഈ മേഖലയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരപ്രദേശത്ത് കാണുന്ന ധാതുക്കളാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണുന്ന ധാതുക്കൾ അല്ലെ, 2 ധാതുക്കളാണ് മെയിനായിട്ട് കാണുന്നത്, മോണോസൈറ്റും ഇൽമനൈറ്റും. അപ്പൊ ഇതെങ്ങനെ ഓർക്കും? നമ്മുടെ കേരളത്തിലൊക്കെ തീരത്ത് പോയി കഴിഞ്ഞാൽ, കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ വേസ്റ്റിൽ മിൽമയുടെ കൊട്ടയുണ്ട് എന്ന് ആലോചിക്കുക. ഭയങ്കര സ്മെല്ലായിരിക്കും, മണമായിരിക്കും നമ്മുടെ എന്ന് ആലോചിക്കുക. അപ്പൊ ഇൽമനൈറ്റ്, ഇൽമ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. മോണോസൈറ്റ് അല്ലെ, മണം എന്നുള്ള രീതിയിലാണ്, സ്മെല്ല് എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഓർത്തൂടെ, എന്താണ്? കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണുന്ന ധാതുക്കളാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തായതുകൊണ്ട് മിൽമയുടെ കവർ ഉണ്ടാവും, അതുപോലെ ഭയങ്കര മണവും ഉണ്ടാവുന്നില്ല രീതിയിൽ ആലോചിക്കുക. അപ്പൊ ഇത്ര പോയിന്റേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഒരു മേപ്പ് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, അതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ തീരപ്രദേശം 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പടിഞ്ഞാറൻ തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശം. അതിൽ ആദ്യത്തേത് കിഴക്കൻ തീരപ്രദേശമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വടക്ക് കിഴക്ക് മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശമാണ് നമ്മുടെ കിഴക്കൻ തീരപ്രദേശം. ഓക്കെ, കിഴക്ക് ഭാഗത്തുള്ള തീരപ്രദേശത്തെയാണ് കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് വടക്ക് കിഴക്ക് നമുക്ക് 2 മൺസൂണ് പഠിക്കാനുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൺസൂണും വടക്ക് കിഴക്ക് മൺസൂണും. അതിൽ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന മൺസൂണാണ്. അപ്പൊ ഈ മൺസൂണ് കിഴക്ക് ഭാഗത്തല്ലേ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. കിഴക്ക്, വടക്ക്, കിഴക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. കിഴക്ക് ഭാഗത്ത് കിഴക്കൻ തീരസമുദ്രത്തെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വടക്ക് ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. വടക്ക് എവിടെയാണ്? നമ്മുടെ കിഴക്കൻ തീരസമുദ്രമാണ് പറയുന്നത്. കിഴക്കൻ തീരസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഗംഗാ ഡെൽറ്റ പ്രദേശവും അതുപോലെ തെക്ക് ഭാഗത്ത് കന്യാകുമാരിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിങ്ങനെയുള്ള നദികളെല്ലാം ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. എന്തൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവയൊക്കെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഈ ഒരു ഭാഗത്തിലൂടെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. കിഴക്കൻ തീരസമുദ്രത്തെ പ്രധാന നദികളുടെ പേരിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏക നിക്ഷേപം കൂടുതലാണ്. ഓക്കെ, നദികളാണ് അല്ലെ. നദികൾ കൊണ്ടുവരുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഭാഗത്ത് നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അതിനാണ് ഏക നിക്ഷേപം എന്നൊക്കെ പറയുന്നത്. ഇത് കൃഷിക്കൊക്കെ ഭയങ്കര ഗുണമുള്ള മണ്ണാണ് ഏക നിക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റകളാൽ ഈ ഭാഗം സമ്പുഷ്ടമാണ്. ഒരുപാട് നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെ. എത്ര നദികളുണ്ട്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ വലിയ വലിയ നദികളാണ് ഈ ഭാഗത്തിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിക്ഷേപങ്ങളൊക്കെ കൊണ്ട് ഈ ഭാഗം ഭയങ്കര വിസ്തൃതി കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി പടിഞ്ഞാറൻ സമുദ്രത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്കാളും ഒരുപാട് വിസ്തൃതി കൂടുതലാണ് നമ്മുടെ കിഴക്കൻ തീരസമുദ്രം. എന്തുകൊണ്ടാണ്? ഒരുപാട് നദികളുടെ നിക്ഷേപങ്ങൾ ഉള്ളത് കൊണ്ട്, ഏക്കൽ നിക്ഷേപം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് കൃഷി കാര്യങ്ങളൊക്കെ പടിഞ്ഞാറൻ ഭാഗത്തേക്കാളും കൂടുതലാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്, പൂർവ്വഘട്ടത്തിനും ബേ ഓഫ് ബംഗാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഘട്ട പിക്ചർ നോക്കുക. ഈസ്റ്റേൺ ഘട്ടിനും അതുപോലെ ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? കിഴക്കൻ തീരസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് എന്താ പറഞ്ഞത്?
ഡെൽറ്റ പ്രദേശമാണ് പറഞ്ഞു, ഗംഗ ഡെൽറ്റ പ്രദേശം. അതുപോലെ തെക്ക് ഭാഗത്ത് കന്യാകുമാരി എന്ന് പറഞ്ഞു. ഇനി എന്തിൻ്റെയൊക്കെ ഇടയിലാണ്? ഈസ്റ്റേൺ ഘട്ടം അല്ലെ, പൂർവ്വഘട്ടത്തിനും പിന്നെന്താണ് ബംഗാൾ അല്ലെ, ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഭാഗത്ത് കിഴക്കൻ തീരസമുദ്രത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോറമണ്ടൽ തീരം എന്നും വടക്കൻ സിർക്കാസ് എന്നും. കോറമണ്ടൽ തീരം, വടക്കൻ സിർക്കാസ്. ഈ പിക്ചർ നോക്കൂ. കോറമണ്ടൽ തീരം എന്ന് പറയുന്നത് ഈ താഴത്തെയാണ്, കന്യാകുമാരി മുതൽ ഏകദേശം ഈ ഒരു ഭാഗത്താണ് കോറമണ്ടൽ തീരം വരുന്നത്. ആ പേര് എഴുതിയ കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ആന്ധ്രാപ്രദേശിന് മുകളിൽ മുതൽ ബാക്കിയുള്ള ഗംഗാ സമതലം വരെയാണ്, ഗംഗ ഡെൽറ്റ അല്ലെ, ഡെൽറ്റ വരെയാണ് നമ്മുടെ വടക്കൻ സിർക്കാസ്, വടക്ക് ഭാഗത്ത്. ഓക്കെ, വടക്കൻ സിർക്കാസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. പോയിന്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കോറമണ്ടൽ തീരം, ചോളാമണ്ഡലം എന്ന് അറിയപ്പെടുന്ന ഈ മണ്ഡലമാണ് അല്ലെ, ചോളാമണ്ഡലം എന്ന് പൂർവ്വകാലത്ത് പണ്ട് കാലത്തൊക്കെ അറിയപ്പെടുന്നത് കോറമണ്ടൽ തീരമാണ്. ഈ ചോളപ്പൊരിയൊക്കെ നമ്മൾ കോരി കോരി കഴിക്കുന്നില്ല രീതിയിലൊന്നും ആലോചിക്കുക. ചോളപ്പൊരിക്കൊക്കെ കറിയൊക്കെ ഒഴിക്കൂല, അപ്പൊ കോരി കോരി ഒഴിക്കുന്നില്ല രീതിയിലൊന്ന് ചുമന്ന് ആലോചിക്കുക കേട്ടോ. ചോളാമണ്ഡലം എന്ന് പറയുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്നത് കോറമണ്ടൽ തീരമാണ്. നെക്സ്റ്റ് തമിഴ്നാടിന്റെ തീരപ്രദേശവും അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. തമിഴ്നാടിന്റെ തീരപ്രദേശം അല്ലെ, തമിഴ്നാട് മുഴുവനായിട്ടും ഉണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം മാത്രം, ഇത്ര ഭാഗം മാത്രമേ കോറമണ്ടൽ തീരത്ത് ഉൾപ്പെടുന്നുള്ളൂ. ഈ ഭാഗത്ത് പ്രധാന മണ്ണ് ഏക്കൽ മണ്ണാണ് അല്ലെ, നദികളിൽ നിക്ഷേപിക്കുന്ന മണ്ണ് ഏക്കൽ മണ്ണാണ്. ഓക്കെ, നെക്സ്റ്റ് വടക്കൻ സിർക്കാസ് ആണ്, വടക്ക് ഭാഗത്താണുള്ളത് അല്ലെ. എന്താണ്, കിഴക്കൻ തീരസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ളതാണ് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗം, ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗം നമ്മൾ നേരത്തെ കോറമണ്ടൽ തീരത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗമാണ്, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നത് വടക്കൻ സിർക്കാസിലാണ്. അതായത് ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗം, ഒഡീഷ മുഴുവനായിട്ടുണ്ട്, പിന്നെ പശ്ചിമ ബംഗാൾ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. പിക്ചർ വെച്ച് നോക്കുക. അപ്പൊ ഇതാണ് എന്ത്, കിഴക്കൻ സമതലം, കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അതിന്റെ താഴെ ഭാഗം കോറമണ്ടൽ തീരവും മുകൾ ഭാഗം വടക്കൻ സിർക്കാസുമാണ്. താഴത്തെ ഭാഗം എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ്, തമിഴ്നാടിന്റെ തീരപ്രദേശം ഉൾപ്പെടുന്നുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ തെക്ക് ഭാഗവും മാത്രമാണ് ഉൾപ്പെടുന്നത്. വടക്കൻ സിർക്കാസ് എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിന്റെ വടക്ക് ഭാഗം, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോവാണ്. പടിഞ്ഞാറൻ തീരസമതലം, പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. റാൻ ഓഫ് കച്ച് പറഞ്ഞാൽ ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. റാൻ ഓഫ് കച്ച് കന്യാകുമാരി വരെ. അപ്പോ എന്താണ്, പശ്ചിമഘട്ടത്തിനും അറേബ്യൻ സീക്കും ഇടയിൽ, പശ്ചിമഘട്ടം എന്താണ്, വെസ്റ്റേൺ ഘട്ടം അല്ലെ. പിക്ചർ നോക്കുക. വെസ്റ്റേൺ ഘട്ടിനും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. റാൻ ഓഫ് കച്ച് ആണ് പറയുന്നത്. റാൻ ഓഫ് കച്ചിന്റെ വടക്ക് ഭാഗം, പടിഞ്ഞാറൻ തീരസമുദ്രമാണ് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ വടക്ക് ഭാഗം റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചും തെക്ക് ഭാഗത്ത് കന്യാകുമാരിയുമാണ്. അതുപോലെ ഈ പശ്ചിമഘട്ടത്തിനും അറേബ്യൻ കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്ത്, പടിഞ്ഞാറൻ തീരസമുദ്രം. നെക്സ്റ്റ് ഈ ഭാഗത്ത് കായലുകളും അഴിമുഖങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണുന്നത് ഈ ഭാഗത്ത് കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ചിലപ്പോൾ കായലുകളും അഴിമുഖങ്ങളൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെസ്റ്റേൺ ഘട്ടാണോ, എന്താണ്, പടിഞ്ഞാറൻ തീരസമുദ്രമാണോ, കിഴക്കൻ തീരസമുദ്രമാണോ എന്ന് ഡൗട്ട് ആവും. അപ്പൊ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു കോഡ് പറയാം. ഈ കായലുകളും അഴിമുഖങ്ങളൊക്കെ കാണുന്നത് പടിഞ്ഞാറൻ തീരസമുദ്രത്തിലാണ് അല്ലെ. അപ്പൊ ഈ കായലുകൾക്കും അഴിമുഖങ്ങൾക്കൊക്കെ പടികൾ ഉണ്ടെന്ന് ആലോചിക്കുക. നമ്മൾ കുളത്തിനൊക്കെ പടി ഉണ്ടാവില്ലേ, സ്റ്റെപ്പുകൾ, അതുപോലെ കായലുകൾക്കും അഴിമുഖത്തിനൊക്കെ പടി ഉണ്ടെന്ന് ആലോചിച്ചാൽ പടിഞ്ഞാറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗുജറാത്ത് തീരമാണ്. ഗുജറാത്ത് തീരം എന്താണ്, അതായത് പിന്നെ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമുദ്രം, ഈ തീരസമുദ്രത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, പിന്നെ മലബാർ തീരം. ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ മാത്രം ഉൾപ്പെടുന്നതാ. ഓക്കെ, ഗുജറാത്തിന്റെ തീരപ്രദേശത്തെയാണ് ഗുജറാത്ത് തീരം എന്ന് പറയുന്നത്. പുറത്തില്ല, ഗുജറാത്ത് മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത്. ലവണത്വമുള്ള ചതുപ്പ് നിലമാണ് ഇവിടെ ഉള്ളത്. ചതുപ്പ് നിലം, ലവണത്വമുള്ള, ഉപ്പിന്റെ അംശമുള്ള ചതുപ്പ് നിലമാണ് ഗുജറാത്തിലുള്ളത്. ഗുജറാത്തിന്റെ തീരപ്രദേശത്ത് മാത്രം ഉൾപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊങ്കൺ തീരമാണ് പറയുന്നത്. കൊങ്കൺ തീരം രണ്ടാമത്തത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്ക് പ്രദേശം. അതായത് ഗുജറാത്ത് കഴിഞ്ഞ ബാക്കി എന്താ ഉള്ളത്, മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, പിന്നെ കർണാടകയുടെ വടക്ക് പ്രദേശവും മാത്രം. ഇത്രയും ഭാഗങ്ങളാണ് കൊങ്കൺ തീരത്ത് ഉൾപ്പെടുന്നത്.
പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊങ്കൺ തീരമായിരിക്കും പറയേണ്ടത് കേട്ടോ. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് മെയിനായിട്ട് കൊങ്കൺ തീരമാണ്. ഗുജറാത്ത് തീരം പറയാറുണ്ടെങ്കിലും അത്ര ചില പുസ്തകങ്ങളൊന്നും അത് കാണാറില്ല. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കൊങ്കൺ തീരവും മലബാർ തീരവും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നത് കൃത്യമായിട്ട് നോക്കണം. കൊങ്കൺ തീരത്ത് വരുന്നതാണ് മഹാരാഷ്ട്രയും ഗോവയും പിന്നെ കർണാടകത്തിന്റെ വടക്ക് ഭാഗവും മാത്രം, വടക്കൻ പ്രദേശവും മാത്രം. ഓക്കെ, നെക്സ്റ്റ് മലബാർ തീരമാണ് പറയുന്നത്. മലബാർ തീരം എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ തെക്ക് ഭാഗമാണ്. കർണാടകത്തിന്റെ തെക്കൻ തീരവും അതുപോലെ കേരളവുമാണ് ഉൾപ്പെടുന്നത്. നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് ഏത് തീരമാണ്? മലബാർ തീരം. കേരളം മാത്രമല്ല, കർണാടകത്തിന്റെ തെക്കു ഭാഗം കൂടി മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ലഗൂണുകൾ കാണപ്പെടുന്നു. ലഗൂണുകൾ കാണപ്പെടുന്നത് ഈ ഭാഗത്താണ്, ഇത് പടിഞ്ഞാറൻ തീരസമുദ്രത്താണ് കാണപ്പെടുന്നത്. വടക്കൻ മലബാറിന്റെ തീരം അല്ലെ, വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണ്. അപ്പൊ മലബാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു? നമ്മുടെ കേരളവും ഉണ്ട്, അതുപോലെ കർണാടകത്തിന്റെ തെക്ക് ഭാഗവും ഉണ്ട്. പിക്ചർ നോക്കുക, കേരളവും ഉണ്ട്, അതുപോലെ കർണാടകത്തിന്റെ തെക്ക് ഭാഗവും ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ഭാഗമാണ് ഉൾപ്പെടുന്നത്. എന്നാൽ എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? വടക്കൻ മലബാർ തീരം എന്ന് പറയുമ്പോൾ ഈ മലബാർ തീരത്തിന്റെ വടക്ക് ഭാഗത്താണ് അല്ലെ. മലബാർ തീരത്തിന്റെ വടക്ക് ഭാഗത്ത് എന്താണുള്ളത്? കർണാടകയുടെ തെക്ക് ഭാഗമല്ലേ ഉള്ളത്. അപ്പൊ കർണാടക ആണ് അതിന്റെ ആൻസർ കേട്ടോ. മാറി പോവാറുണ്ട് എല്ലാവർക്കും. വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണ്. ഓക്കെ, അപ്പൊ പിക്ചർ കൃത്യമായിട്ട് നോക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? വെസ്റ്റേൺ ഘട്ട് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റേൺ ഘട്ട് അല്ല അല്ലെ, കിഴക്കൻ തീരസമുദ്രം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പടിഞ്ഞാറൻ തീരസമുദ്രം പറഞ്ഞിട്ടുണ്ട്. കിഴക്കൻ തീരസമുദ്രത്തിൽ 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, കോറമണ്ഡൽ തീരവും വടക്കൻ സിർക്കാസും. അതുപോലെ നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, അതുപോലെ മലബാർ തീരം. അപ്പോൾ വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ്വീപുകളാണ്. ദ്വീപുകൾ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ലക്ഷദ്വീപ്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അപ്പൊ ഈ ലക്ഷദ്വീപിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ പിക്ചറാണ്. ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് അല്ലെ, പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖല പറുദീസ എന്നൊക്കെ പറയുന്നത് എന്താണ്? ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖല പറുദീസ. ഓക്കെ, അപ്പോൾ ഞാനിത് ഓർത്ത് വെച്ചത് പറുദീസ എന്ന് പറയുമ്പോൾ ഇത് ദിവസവും ലക്ഷ്യമുണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഒന്നുകിൽ അങ്ങനെ ആ രീതിയിൽ കണക്ട് ചെയ്യുക. പറുദീസ, ഉഷ്ണമേഖല, പറുദീസ, ദീസ ദിവസം അല്ലെ, ദിവസവും നല്ല ലക്ഷ്യമുണ്ട് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ദിവസം അല്ല 10 ലക്ഷ്യമുണ്ടോ എന്നുള്ള രീതിയിലോ മറ്റോ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഉഷ്ണമേഖല പറുദീസ എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നറിയപ്പെടുന്നത് ഏത് ദ്വീപാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ദ്വീപുകളുടെ പേരൊക്കെ തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറുദീസ എന്ന് പറയുന്നത്. ദീസ 10 അല്ലെ, 10 ലക്ഷം എന്നോ അല്ലെ 10 ലക്ഷമുണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അറബിക്കടലിൽ, ഇത് അറബിക്കടലാണ് ഇപ്പുറം വരുന്നത്. ലക്ഷദ്വീപ് പറയുന്നത് അറബിക്കടലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം, ഇത് ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാസത്തിനുള്ളിൽ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ പുതുച്ചേരി എന്ന് എഴുതിയതാണ്, അത് തെറ്റാണ്, ലക്ഷദ്വീപാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ, കണ്ടോ ഡോട്ട് പോലെ ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പവിഴദ്വീപ് എന്ന് പറയുന്നതും ലക്ഷദ്വീപാണ്. ഈ പവിഴത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്നുള്ള രീതിയിലൊന്നും ആലോചിക്കുക. പവിഴങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. പവിഴപ്പുറ്റുകളാ രൂപം കൊണ്ടതാണ് നമ്മുടെ ലക്ഷദ്വീപ്. അതുകൊണ്ടാണ് പവിഴദ്വീപ് എന്ന പേര് വന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ പവിഴദ്വീപ് അല്ലെ, പവിഴത്തിന് ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് ആലോചിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ്. ചെറിയ ലക്ഷ്യങ്ങൾ എന്നൊക്കെ ഉള്ള അല്ലെ, നമ്മുടെ ചെറിയ ലക്ഷ്യം സക്സസ് ആക്കിയിട്ടല്ലേ നമ്മൾ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം, ചെറിയ ലക്ഷ്യം, ചെറിയ ലക്ഷദ്വീപ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഉഷ്ണമേഖല പറുദീസ, ദിവസവും ലക്ഷ്യമുണ്ട്, ദിവസവും ചെറിയ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? പവിഴം വാങ്ങാൻ, ലക്ഷക്കണക്കിന് രൂപയുടെ പവിഴം വാങ്ങാനൊക്കെയാണെന്നൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കുക.
നെക്സ്റ്റ് 1,00,000 ദ്വീപ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലക്ഷദ്വീപാണ്. 1,00,000 ദ്വീപ്, 1,00,000 ദ്വീപ് അതിൽ തന്നെ ഉണ്ടല്ലേ ലക്ഷദ്വീപ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 എണ്ണമാണ് അല്ലെ. ടോട്ടൽ ദ്വീപുകൾ ലക്ഷദ്വീപിലുള്ള ദ്വീപ് സമൂഹമാണ് അല്ലെ. അപ്പൊ ആ ലക്ഷദ്വീപിലുള്ള ആകെ ടോട്ടൽ ദ്വീപുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36 ആണ്. 36. നെക്സ്റ്റ് ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ആന്ത്രോത്താണ്. ഏറ്റവും വലിയ മൃഗം എന്താണ്? ആനയല്ലേ. അപ്പൊ ഏറ്റവും വലിയ ദ്വീപും ആന്ത്രോത്ത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആനയാണ് അല്ലെ നമ്മുടെ കരയില്. അതുപോലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നതും വെച്ചിട്ട് തന്നെയാണ്. ലക്ഷദ്വീപിന്റെ കാര്യമാണ് പറയുന്നത്, കൂടെ ഓർക്കണേ. ഏറ്റവും വലിയ ലക്ഷദ്വീപിലെ ദ്വീപ് എന്ന് പറയുന്നത് ആന്ത്രോത്ത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് എന്താണ്? കവരത്തിയാണ്. കവരത്തി. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ കവർച്ചയൊക്കെ കൂടുതലാണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ കവർച്ചയൊക്കെ കൂടുതലാണ്. കവരത്തി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് കവരത്തിയാണ്. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശം ദൂരം എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണ്. ഇതേതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വളരെ മുന്നേ ചോദിച്ചതാണ്, ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ലക്ഷദ്വീപിലേക്കുള്ള ഏകദേശ നീളം എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ലക്ഷദ്വീപിലെ ആൾക്കാരുടെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്, ലക്ഷദ്വീപ് ചുറ്റും കടലാണല്ലോ അല്ലെ. അപ്പോൾ എന്താണ്? മത്സ്യബന്ധനമുണ്ട്, മത്സ്യബന്ധനവും വിനോദസഞ്ചാരം. ഓക്കെ. ഇപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് പോയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ആൻഡമാൻ നിക്കോബാർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡമാൻ നിക്കോബാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ്. ബേ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടൽ നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അല്ലെ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഒരു നീളമുള്ള രീതിയിൽ അല്ലെ. ഈ പിക്ചർ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡമാൻ ഐസ്ലാൻഡ് ആണ് ആദ്യം വരുന്നത്, ആൻഡമാൻ ദ്വീപുകൾ. അതിന്റെ താഴെയാണ് നിക്കോബാർ ഐസ്ലാൻഡ് വരുന്നത്. ഓക്കെ. ഉൾക്കടൽ ദ്വീപുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉൾക്കടൽ ദ്വീപുകൾ. ഓക്കെ. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം, മുന്നേ ചോദിച്ചതാണ്. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് അല്ലെ. ഉൾക്കടൽ ദ്വീപുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഉൾക്കടൽ എന്നുള്ളത് ഞാൻ ഉള്ളാണ് എടുത്തത് കേട്ടോ. നമ്മുടെ നിക്കോബാർ എന്നുള്ളത് ചോക്കോബാർ ആയിട്ട് എടുക്കുക. അപ്പൊ ചോക്കോബാറൊക്കെ എങ്ങനെയാ ഉണ്ടാവുക? ഒരു കവറിന്റെ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ള രീതിയിലൊന്നും എടുക്കുക. ചോക്കോബാറൊക്കെ ഒരു കവറിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ്. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നു. ന്യൂ ഡെൻമാർക്ക് അല്ലെ. നമ്മൾ പുതിയ ചോക്കോബാർ മാംഗോബാറൊക്കെ ഉണ്ടെങ്കിൽ 10 എണ്ണം വാങ്ങുന്നില്ല, ഒന്ന് ഓർത്ത് വയ്ക്കുക. പുതിയ ചോക്കോബാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയത് 10 എണ്ണം അല്ലെ. 10 എണ്ണം വാങ്ങുന്നില്ല രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് അല്ലെ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്താണ് ഇന്ദിര പോയിന്റ് ഉള്ളത്. അത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് എന്താണ്? ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഇന്ദിര കോളും ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് ഇന്ദിര പോയിന്റുമാണ്. ഓക്കെ. രണ്ടും ഇന്ദിരയാണ് കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ആണ്. ഷഹീദ് ആൻഡ് സ്വരാജ്. ഈ സ്വരാജൊക്കെ ഒരുപാട് നിക്കോബാർ അല്ലെ ചോക്കോബാറൊക്കെ തിന്നൊന്ന് ആലോചിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ. സ്വരാജൊക്കെ ഒരുപാട് ചോക്കോബാറൊക്കെ തിന്നും കഴിക്കും എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. ഓക്കെ. ഈ നമ്മുടെ ആൻഡമാൻ നിക്കോബാറിനെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. സ്വരാജ് ഒക്കെ ഒരുപാട് നിക്കോബാർ അല്ലെ ചോക്കോബാർ ഒക്കെ കഴിക്കുന്ന ആലോചിക്കുക. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വരാജ് ദ്വീപുകൾ അല്ലെ. ഷഹീദ്, സ്വരാജ്, സുഭാഷ് എന്നുള്ള ഒരു കണക്ഷൻ വെച്ച് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക കേട്ടോ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ബാരനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സജീവമായിട്ടുള്ള അഗ്നിപർവ്വതം ബാരനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നർക്കോണ്ടം ദ്വീപിലാണ്.
ഇത് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചത്. അപ്പോ അവിടെ അന്നേരം ആൻഡമാൻ നിക്കോബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്ഷനിൽ. അപ്പൊ അതായിരുന്നു ശരി. അപ്പോൾ നമ്മൾ അതും പഠിക്കണം. ആൻഡമാൻ നിക്കോബാറിലെ നർക്കോണ്ടൻ ദ്വീപിലാണെന്ന് കൂടി നിങ്ങൾ ഓർത്തെടുക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് ഞാൻ റിവിഷൻ ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. തീരപ്രദേശങ്ങളും ദ്വീപുകളാണ് നമ്മൾ പറഞ്ഞത്. തീരപ്രദേശം അല്ലെ. അപ്പൊ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ്, സുന്ദർബൻ ഡെൽറ്റ വരെയാണ് അത് നീണ്ടു കിടക്കുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് ഡെൽറ്റ അറിയാം അല്ലെ. സുന്ദർബൻ ഡെൽറ്റ എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ തീരപ്രദേശത്തെ മെയിൻ ആയിട്ടുള്ള കാർഷിക വിള നെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോണോസൈറ്റ് ഇൽമനേറ്റ് ഒക്കെ പറഞ്ഞല്ലേ. മിൽമ കേരളത്തിന്റെ തീരപ്രദേശത്തുള്ള ധാതുക്കളാണ്. എന്താ മിൽമയുടെ കൊട്ടയുണ്ട്, ഭയങ്കര മണാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോണോസൈറ്റ് ഇൽമനേറ്റ്. പിന്നെ രണ്ടായിട്ട് നമ്മൾ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്, മത്സ്യബന്ധനം. പിന്നെന്താ പറഞ്ഞത്, രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീരപ്രദേശം രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരപ്രദേശവും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെന്താണ് പറഞ്ഞത്, കിഴക്കൻ തീരപ്രദേശം പറഞ്ഞു, രണ്ട് രീതിയിൽ അതും വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, കോറമണ്ഡൽ തീരവും വടക്കൻ ചെർക്കാസും. കോറമണ്ഡൽ തീരം ഓർമ്മയുണ്ടോ? തമിഴ്നാട് തീരവും അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏക്കൽ മണ്ണാണ്, ഭയങ്കര ഏക്കൽ മണ്ണാണ് അവരുള്ളത്, വിസ്തൃതി കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വടക്കൻ ചെർക്കാസ് എന്താണ്, കിഴക്കൻ തീരപ്രദേശത്തിന്റെ വടക്കു ഭാഗത്താണുള്ളത്. വടക്കൻ ചെർക്കാസ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വടക്ക് ഭാഗത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ കിഴക്കൻ തീരപ്രദേശത്തെ രണ്ടായിട്ട്, കോറമണ്ഡൽ തീരവും വടക്കൻ ചെർക്കാസും എന്ന് രണ്ടായിട്ട് തരംതിരിച്ചു. നെക്സ്റ്റ് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് ഏൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, ആദ്യം ഗുജറാത്ത് തീരം, പിന്നെ കൊങ്കൺ തീരം, മലബാർ തീരം അല്ലെ. ഗുജറാത്ത് തീരം എന്ന് പറയുമ്പോൾ ഗുജറാത്ത് മാത്രം ഒരു ലവണത്വമുള്ള ചതുപ്പ് നിലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊങ്കൺ തീരം എന്താണ്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അല്ലെ. മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിന്റെ വടക്ക് ഭാഗം എന്നീ ഭാഗങ്ങളും മാത്രമായിട്ടുള്ളത് കൊങ്കൺ തീരം എന്ന് പറയുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് മലബാർ തീരം എന്ന് പറഞ്ഞത് അല്ലെ. കർണാടകത്തിന്റെ തെക്ക് ഭാഗവും അതുപോലെ കേരളവും മുഴുവനായും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം എന്ന് പറയുന്നത്. ലഗൂണുകൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക തീരമാണ്. വടക്കൻ മലബാർ തീരം എന്ന് പറയുമ്പോൾ മലബാറിന്റെ വടക്ക് ഭാഗത്ത് എന്താണ്, കർണാടകത്തിന്റെ തെക്ക് ഭാഗമാണല്ലോ. അപ്പൊ കർണാടക തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് രണ്ട് ദ്വീപുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ലക്ഷദ്വീപ് അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല പർദീസ 10 ലക്ഷം ഉണ്ടാവും, ദിവസവും ലക്ഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ എന്താ പറഞ്ഞത്, ഏറ്റവും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുന്നത്, ചെറിയ ലക്ഷ്യങ്ങൾ. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നു. അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പവിഴദ്വീപ് അല്ലെ, പവിഴത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ടാവും. അപ്പൊ പവിഴദ്വീപ്, ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നൊക്കെ പറയുന്നത് ലക്ഷദ്വീപ് ആണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് എന്താണ്, 1,00,000 ദ്വീപ് അല്ലെ. 1,00,000 ദ്വീപ്, ലക്ഷദ്വീപ് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലക്ഷദ്വീപിൽ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആന അല്ലെ, ആന്ത്രോത്ത് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കുക. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് എന്ന് പറയുമ്പോൾ കവർച്ചയൊക്കെ കൂടുതൽ ഉണ്ടാവും, കവരത്തിയാണ്. നെക്സ്റ്റ് 300 കിലോമീറ്റർ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ലക്ഷദ്വീപിലേക്ക് എത്താനുള്ള ദൂരം നീളം എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യബന്ധനം, വിനോദസഞ്ചാരമൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള വരുമാന മാർഗങ്ങൾ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ ആണ് പറഞ്ഞത്. നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഉൾക്കടൽ ദ്വീപുകൾ ഉള്ളിലൊക്കെയാണ് നിക്കോബാർ, ചോക്കോബാർ ഒക്കെ ഉണ്ടാവുന്നത് ഉള്ളിലാണ്, അകത്താണ്, കവറിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്നുണ്ട്. പുതിയതൊക്കെ അല്ലെ, ചോക്കോബാർ ഒക്കെ പുതിയതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ 10 എണ്ണം വാങ്ങുമെന്ന് പറഞ്ഞു അല്ലെ. നിക്കോബാർ ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത്. പുതിയത് വാങ്ങുമ്പോൾ 10 എണ്ണം വാങ്ങും. ഡെൻമാർക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. പിന്നെന്താണ്, നർക്കോണ്ടൻ ദ്വീപ് അല്ലെ, ബാരൻ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ സ്ഥിതി ചെയ്യുന്നത് നർക്കോണ്ടൻ ദ്വീപിലാണ്.
ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. അപ്പൊ എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ കേട്ടോ. കാരക്കോറം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല പറയുന്ന സമയത്ത് കാരക്കോറം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും തെക്കേ അറ്റം. നെക്സ്റ്റ് എന്താണ്? ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ. ഈ സ്വരാജൊക്കെ ചോക്കോബാറൊക്കെ നല്ലോണം തിന്നുന്നില്ല രീതിയിൽ ഒന്ന് ആലോചിക്കുക. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് അല്ലെ, സുഭാഷ്. ആസാ കണക്ഷൻ പറയാൻ പറഞ്ഞല്ലേ, സ്വരാജ് സുഭാഷ് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം, ശ്രദ്ധിക്കുക. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി പറയാം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. റാനപ്പച്ച മുതൽ കന്യാകുമാരി വരെയാണ് കായലുകളും മലമുകളൊക്കെ കാണപ്പെടുന്നത്. പടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താരതമ്യേന വീതി കുറവാണ്, പടിഞ്ഞാറ് വീതി കുറവാണ്. ഗുജറാത്ത് തീരസമുദ്രം, കൊങ്കൺ തീരസമുദ്രം, മലബാർ തീരസമുദ്രം എന്നിങ്ങനെ തരംതിരിക്കുക. ഇത്ര ഭാഗമാണ് പടിഞ്ഞാറൻ തീരസമുദ്രം നിങ്ങൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് കിഴക്കൻ തീരസമുദ്രം എന്താണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദർബൻ ഡെൽറ്റ അല്ലെ, സുന്ദർബൻ മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. വീതി താരതമ്യേന കൂടുതലാണ് അല്ലെ, നദികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നിക്ഷേപം കൂടുതലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്, അതുകൊണ്ട് തന്നെ വീതി കൂടുതലാണ്. കോറമണ്ഡൽ തീരസമുദ്രം, വടക്കൻ സിർക്കാസ് എന്നീ തീരസമുദ്രങ്ങളാണ് ആയിട്ടാണ് ഇവർ തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അതിന്റെ ആണ് എക്സാം ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.